അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാ, ഒത്തിരി വേദനിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് അമ്മയോട് എനിക്ക് എതിർത്തൊന്നും പറയാനാവില്ല ശ്യാമേ. കുട്ടിക്കാലത്ത് ബിസിനസ് രംഗത്തെ അച്ഛൻ്റെ ശത്രുക്കള് എന്നെ തട്ടിക്കൊണ്ടുപോയി ഇരുട്ടുമുറിയിൽ അടച്ചിട്ടു. എനിക്ക് വേണ്ടി വിലപേശി. അപ്പൊ നീറി നീറി പിടഞ്ഞത് എന്റെ അമ്മയാ. അന്ന് എനിക്ക് വേണ്ടി കരയാൻ തുടങ്ങിയത് എൻ്റെ അമ്മ. ഇന്നും എനിക്ക് വേണ്ടി കരയുക. അത് ഏതർത്ഥത്തിലാണെങ്കിലും അമ്മയെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ശ്യാമയെയും. കല്യാണത്തിന് മുമ്പേ പരിചയപ്പെട്ടതായിരുന്നു നമ്മൾ രണ്ടുപേരും. ശാലിനിയായ ഒരു പെൺകുട്ടിയോടുള്ള ഒരു സാധാരണ ഇഷ്ടം മാത്രമായിരുന്നു അത്. അതൊരിക്കലും ഒരു പ്രണയമായിരുന്നില്ല. ഇഷ്ടം, വെറും ഇഷ്ടം മാത്രം. പിന്നീട് ഓർക്കാപ്പുറത്ത് ദൈവനിയോഗം പോലെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നപ്പോ ഇതാണ് എൻ്റെ പെണ്ണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ ഇഷ്ടം ആദരവായി, പ്രണയമായി. താൻ എൻ്റെ ജീവന്റെ ജീവനായി മാറി. തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ ചേർത്ത് പിടിച്ചിരിക്കും. അത്രമേൽ ഇഷ്ടമാ എനിക്ക് തന്നെ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ മറ്റാരെങ്കിലും വഴക്ക് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഹൃദയവേദന, പക്ഷെ തന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നത് എൻ്റെ അമ്മയാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ നിസ്സഹായനാണ്. ശ്യാമേ, എന്നോടുള്ള തൻ്റെ അതിര് കവിഞ്ഞ ഇഷ്ടം കൊണ്ട് എൻ്റെ അമ്മ പറയുന്ന വഴക്കുകളൊക്കെ തനിക്കൊന്ന് ക്ഷമിച്ചൂടേടോ? സാർ എന്തേ പറയുന്നേ? എനിക്ക് അമ്മയോട് അങ്ങനെ ദേഷ്യവൈരാഗ്യമൊന്നുമില്ല. പിന്നെ അമ്മ ശകാരിക്കുമ്പോ ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോകുന്നു. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, അതുകൊണ്ട്. അമ്മ തന്നെ കരയിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. പകരം 10,000 ഇരട്ടിയായി ഞാൻ തന്നെ സ്നേഹിക്കും. അത് പോരെ ശ്യാമയ്ക്ക്? താൻ എൻ്റെ എല്ലാം ആണോ, എൻ്റെ ജീവൻ. ഏതായാലും ഡോക്ടറെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല.
ഇപ്പൊ കഴിക്കുന്ന മരുന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. ഓക്കെ, റെസ്റ്റ് എടുത്തോളൂ. ഹലോ ഡോക്ടർ, ഇത് ഞാനാ, ആനന്ദ നിലയത്തിൽ നിന്ന് ഐശ്വര്യ. പറയൂ ഐശ്വര്യ. ഡോക്ടറെ, ആഭൂഷണാകാൻ വേണ്ടി ഡോക്ടർ തന്ന ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഐശ്വര്യ റെസ്റ്റ് എടുത്തോളൂ. താങ്ക് യു ഡോക്ടർ. എന്താടി നീ ദഹിപ്പിക്കുന്ന പോലെ നോക്കുന്നേ? എന്ത് ദ്രോഹം നിങ്ങൾ ചെയ്തത്? ഇവിടെ കൊണ്ടുപോകാതെ. തരില്ല ഞാൻ. നീ തരില്ലേ? വീട് എടുത്തി ഇവിടെ കൊണ്ടുവരാനാ പറഞ്ഞേ. കൊണ്ടുവരാൻ തരില്ലെന്ന് പറഞ്ഞില്ല ഞാൻ. നിങ്ങൾ ചെയ്ത ഈ മഹാദ്രോഹത്തെ പറ്റി ഞാൻ എല്ലാരോടും പറയും. വിട്. നീ അത്രയ്ക്കായോ? എടുത്തി വിട്. 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 നിങ്ങൾ അബോഷനുള്ള ഗുളിക കഴിച്ചല്ലേ? ഞാൻ പലതും ചെയ്യും. നീ ആരാ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഒരു ജീവനെ നിങ്ങൾ കൊന്നത്. എന്റെ വയറ്റി വളരുന്ന എന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നത്. അതിന് നീ ആരടി ഇതൊക്കെ ചോദിക്കാൻ? നീ ആര്? മദർ തെരേസയോ? ഇത് ഞാൻ ഈ വീട്ടിലുള്ള എല്ലാരോടും വിളിച്ചു പറയും. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞ നിന്നെ ഞാൻ കൊന്നുകളയും. ഇത് സഹിക്കാനാവാത്ത വിധം മഹാദ്രോഹമാണ് നിങ്ങൾ ചെയ്തത്. ആ കുഞ്ഞിന്റെ വരവ് ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാരും സ്വപ്നം കണ്ടതല്ലേ? എന്നെ ചതിക്കോ വഞ്ചിക്കോ ചെയ്താലും ഞാനത് സഹിക്കും. ഇതേ കുടുംബത്തിലുള്ള എല്ലാവരുടെയും സ്വപ്നങ്ങളെ തകർത്തത്. ഒരു കുഞ്ഞു ജീവനല്ലേ നിങ്ങൾ കൊന്നു കളഞ്ഞത്. ഇത് ഞാൻ സഹിക്കില്ല എടുത്തി. ഞാനിത് എല്ലാരോടും പറയും. എടുത്തി, ഞാനിത് പറയും. ഞാനിത് മറച്ചു വെക്കില്ല. ഞാൻ എല്ലാരോടും പറയും. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇത് ഞാൻ എല്ലാരോടും പറയും. ഏട്ടത്തെ ചെയ്ത ക്രൂരത എല്ലാവരും അറിയട്ടെ. നിക്കടി അവിടെ. ഇല്ല എടുത്തി, ഞാനിത് എല്ലാരോടും പറഞ്ഞിരിക്കും. എടുത്ത് വിട്. പറയൂടി. ഞാൻ പറയും. നീ എന്നെ വെല്ലുവിളിച്ചോണ്ട് ഇവിടെ ജീവിക്കാന്ന് വിചാരിക്കുന്നോ? എടുത്ത് വിട്. എന്നാ എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ വേണ്ടത് തന്നേക്കാം. അയ്യോ അയ്യോ, ഓടി വായോ. ഇവളെന്നെ കൊല്ലുന്നേ. ഓടി വായോ. അയ്യോ അച്ഛാ, അമ്മേ. എന്താ ഒരു ബഹളം? അയ്യോ എന്റെ മോളെ ഐശ്വര്യ, എന്താ പറ്റിയേ? എന്താ മോളെ? സ്റ്റേർന്ന് തള്ളി താഴെ ഇട്ടമ്മേ. അയ്യോ, ചതിച്ചു എന്റെ ദൈവമേ. ഗർഭിണിയായ ഒരു പെണ്ണിനോടാണോ ഇത് കാണിക്കുന്നേ? അങ്ങനെയല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പകയും പ്രതികാരം വീട്ടുന്നത് ഇവള് ഗർഭിണിയായിരിക്കുമ്പോഴാണോ? അയ്യോ അമ്മ, അങ്ങനെ അയ്യോ മോളെ. അമൃതേടത്തി, ഞാൻ തട്ടി വീഴ്ത്തിട്ടൊന്നുമില്ല. അമൃതേടത്തി, ഇത്തിരി വെള്ളം. വെള്ളം എടുക്ക്. എടുത്തി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല എടുത്തി. ഒന്നുമില്ല മോളെ. അമ്മ, അമ്മ പറഞ്ഞോട്ടെ. അമ്മ എന്തെങ്കിലും തൊട്ടുപോകരുത്. വെള്ളം കുടിശ്വര. എടുത്തി, ഇതൊന്നും അല്ല. അമൃതേടത്തി, ഇനി നീ മിണ്ടും പോകരുത്. കൊല്ലുന്നില്ല ഞാൻ. ഒന്ന് സംസാരിക്കാൻ പോലും വന്നു പോകരുത്. അയ്യോ അമ്മ, ഈശ്വര, ഞാൻ എന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അയ്യോ, ഇത് അങ്ങനെ വന്നതല്ല. അവളെ എഴുന്നേക്ക്. അമൃതേ, നീ
അഖിലിനോട് ചെന്ന് ഒന്ന് വേഗം ഇങ്ങോട്ട് വരാൻ പറ. വഴുന്നേക്ക് ഐശ്വര്യ. എടുത്തി അമ്മ മാറി നിൽക്കടി അങ്ങോട്ട്. അമ്മ ഞാൻ ഒന്ന് പറയട്ടെ. ഒന്നുമില്ല. അമ്മ എന്താ? എന്താ എടുത്തി? ഞാനൊന്ന് പറയട്ടെ. എന്താ അമ്മേ? എടുക്ക. അമൃതേ പിടിച്ചു കയറ്റ്. സൂക്ഷിച്ചു. ഐശ്വര്യ പതുക്കെ. അയ്യോ അമ്മ ഒന്നുമില്ല മോളെ, ഒന്നും ഉണ്ടാവില്ല. നീ ടെൻഷൻ ആവില്ലേ? അരുൺ ഒന്നുമില്ല. ഒന്നുമില്ല മോളെ. അരുൺ ഐ എം വെരി സോറി ഐശ്വര്യ. പ്രഗ്നൻസി അബോർഷനായി. നോ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ്. അമ്മ അയ്യോ, ഞാൻ എത്ര ആഗ്രഹിച്ചതാ അമ്മ. എന്റെ കുഞ്ഞ് പോയില്ലേ. അരുൺ മോളെ. ഈശ്വര, അമ്മേ, ഞാനീ നിൽക്കുന്ന അമ്മ അവരുടെ മക്കളെയും പൊട്ടം കളിപ്പിക്കാനെന്ന് അവരുണ്ടോ അറിയുന്നു? അരുൺ, എന്റെ കാര്യം നടത്തിയെടുക്കുന്നതിനിടയിൽ ആ ശ്യാമക്കിട്ട് നൈസായിട്ടൊരു പണി കൊടുക്കാൻ സാധിച്ചു. അവൾ ഇന്ന് ആനന്ദ നിലയത്തിന്റെ പടി ഇറങ്ങും. മോളെ, എത്ര ആഗ്രഹിച്ചിട്ട് കിട്ടിയതാ നമുക്ക്. ഐശ്വര്യ, ഈശ്വര, ഇവിടം തൊട്ട് കമ്പത്തിന് തീ കൊടുക്കാം. പതുക്കെ പതുക്കെ അത് പൊട്ടി അത് വലിയൊരു കമ്പമായി തീരട്ടെ. ആ ശ്യാം എന്നോട് പകരം വീട്ടിയില്ലേ അമ്മ. അവൾ എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ. എന്റെ കുഞ്ഞ്, ഞാനിത് എങ്ങനെ സഹിക്കും മോളെ? ഐശ്വര്യ, ഈ തറവാടിന്റെ മുറ്റത്ത് കരിവളകളും പാദസരവും ഇട്ടോണ്ട് ഓടി നടക്കേണ്ട കുഞ്ഞിക്കാലികളാ. അതിനെ ഇല്ലാണ്ടാക്കിയില്ലേ. ഓരോരുത്തർ അമ്പലങ്ങളിൽ പോയി ഉരുളി കമിഴ്ത്തിയും വഴിപാടുകൾ നടത്തിയും പ്രാർത്ഥിക്കുന്നു കുട്ടികളുണ്ടാവാൻ. ഇവിടെ ഉണ്ടായ കുട്ടിയെ ഇല്ലാതാക്കുന്നു. എന്തൊരു ദുർവിധി. അപ്പച്ചി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. മോളെ, നീ കരയാതെ. ഞാൻ ഐശ്വര്യ എടുത്ത് തള്ളിയിട്ടിട്ടില്ല. ഞാനങ്ങനൊന്നും ചെയ്യൂല. നീ അങ്ങനെ ചെയ്യുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നില്ല. ഞാനും ആദ്യേട്ടനും വിശ്വസിക്കുന്നില്ല. അഖിലും വിശ്വസിക്കില്ല. എന്തിന് അരുൺ പോലും അങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വസിക്കാതെ എങ്ങനെ ഇരിക്കും? ഗർഭിണിയായ പെണ്ണ് സ്റ്റെപ്സിൽ നിന്ന് തറയിൽ അടിച്ചു വീണ അബോഷനാവും. അത് ഉറപ്പാ. എന്തായാലും ഇത് ഇത്തിരി ക്രൂരമായിപ്പോയി. അപ്പച്ചി കണ്ടോ ശ്യാമ ഐശ്വര്യ തള്ളിയിടുന്നു? ഇല്ല. എന്നാ ഒന്നും മിണ്ടാതിരിക്കണം. ശ്യാമേ,
നീ കരയാതെ മോളെ. നിന്നെ ഞങ്ങൾക്കറിയാം. നീ മനഃപൂർവ്വം അങ്ങനെയൊന്നും ചെയ്യില്ല. ആരുടെ കഷ്ടകാലാണെന്ന് അറിയില്ല. എന്തായാലും ദുഃഖകരമായ സംഭവമാണ് ഇവിടെ നടന്നത്. മക്കളുടെ കുഞ്ഞുങ്ങളൊക്കെ ഓമനിക്കണമെന്ന് ഏത് മാതാപിതാക്കൾ ആഗ്രഹിക്കാത്തത്. ഏതായാലും ആ മോഹം തൽക്കാലം നടക്കില്ല. ആ അതുപോട്ടെ. സൂക്ഷി. മോളെ അതൊക്കെ ഐശ്വര്യ, മോളെ വാ മോളെ. വാ, ഇവിടെ വന്നിരിക്കും. ഡോക്ടർ എന്ത് പറഞ്ഞു? എന്താ വസു? ഒരമ്മ അവനുള്ള എന്റെ മോഹം തകർന്നു പോയല്ലോ എന്റെ ഭഗവാനെ. അനന്തേട്ടാ, നിന്നെ ഇവിടുന്ന് ഇന്ന് ഞാൻ പടിയിറക്കൂടി. ഞാനിപ്പോ ഉണ്ടായ സത്യം വിളിച്ചു പറഞ്ഞ ഈ അവസ്ഥയിൽ ഇവരാരും എന്നെ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത് പറഞ്ഞ് വീണ്ടും നാണം കിടാതിരിക്കുന്ന ഭേദം. എന്റെ മനസാക്ഷി എന്റെ കണ്ണും കാണുന്നുണ്ടല്ലോ. കരയാതെ മോളെ, എന്ത് ചെയ്യാനാ? ഇതുപോലുള്ള മഹാദ്രോഹികൾ നമ്മുടെ വീട്ടിലുണ്ടായിപ്പോയല്ലോ. അതെ അതെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും വസുന്ധരെ? ഞാൻ ഐശ്വര്യത്തെ തള്ളി താഴെ ഇട്ടിട്ടില്ല. ഞാൻ എല്ലാ ദൈവങ്ങളെയും പിടിച്ച് സത്യം ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു ദുഷ്ടത്തരൊന്നും ചെയ്യില്ല. ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞു അവയുടെ വരവ് എല്ലാരെക്കാളും ആഗ്രഹിച്ചത് ഞാനാ. ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണമെന്നും ഓമനിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛ, അമ്മ, എന്റെ ഭഗവാൻ കൃഷ്ണനാണ് സത്യം. ഞാൻ മനഃപൂർവ്വം ഒരു ദ്രോഹം ആരോടും ചെയ്തിട്ടില്ല. നിനക്കെന്നോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. ആ പക വെച്ച് നീ പകരം വീട്ടി എന്റെ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞില്ലേടി. മോളെ, കരയാതിരിക്കും നീ. ദൈവമേ, ഇവളോട് നീ കണക്ക് ചോദിക്കണേ. ഈശ്വര, അരുണെ, എനിക്കെന്റെ മുറിയിലേക്ക് പോണം. എനിക്കൊന്ന് കിടക്കണം. കൊണ്ടുപോയി കിടത്തു മോനെ, ക്ഷീണം ഉണ്ടാവും. മോളെ. ഐശ്വര്യടുത്തി ഒന്നെന്ന് ആ കുഞ്ഞുവാവെ ഇല്ലാതാക്കിയതിന്റെ കുറ്റം ഐശ്വര്യടുത്ത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. നിനക്ക് തൃപ്തിയായില്ലടി? എന്നോട് ഈ കൊലച്ചത് ചെയ്തിട്ട് പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണോ നീ? സ്വന്തം മനസാക്ഷിയെ മുൻനിർത്തി ഐശ്വര്യടുത്തേക്ക് പറയാൻ പറ്റുമോ ഞാൻ ആ കുഞ്ഞിന്റെ ജീവൻ നശിപ്പിച്ചെന്ന്? അരുണെ, ഞാൻ ആകെ തകർന്നിരിക്കുക. ഇനി ഇവളുമായിട്ടുള്ള ഒരു മത്സരത്തിന് എന്നെ നിർബന്ധിക്കാതെ എന്നെ റൂമിലേക്കൊന്ന് കൊണ്ടുപോ. നീ വാ. ഇനി ഇവിടെ ഉണ്ടാവുന്ന എല്ലാ സന്തതികളെയും ഇവള് കൊല്ലും. ഇവള് ഒരുമിട്ട് ഇറങ്ങിയിരിക്കുക. വസു, വില കുറഞ്ഞ സംസാരം പാടില്ല. ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാം. അതിൽ ആനന്ദേട്ടൻ ഇടപെടരുത്. അമ്മയ്ക്ക് ശ്യാമയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും അവസരം കിട്ടിയതല്ലേ, അത് മാക്സിമം യൂസ് ചെയ്യും. ശ്യാമ ഇത്തരം ക്രൂരതകളൊന്നും കാണിക്കില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമേ.